ഈ നമ്മൾ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ലല്ലേ, ഒരു 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 സംഭവമാണ് പലപ്പോഴും നമ്മുടെ ഈ കയ്യിലെ മോതിരം ഇട്ട് അതിങ്ങനെ അവിടെ കിടന്ന് നമ്മുടെ കൈ വിരലുകൾ വലുതനുസരിച്ച് മോതിരം ചെറുതായി അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് ഊരിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെ. അതെ, പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഊരിയെടുത്തോട്ടോ, മറ്റേ ഈ നമ്മുടെ സോപ്പൊക്കെ വെച്ചു. പക്ഷേ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചു നീക്കി വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ രക്ഷയ്ക്കെത്തി ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ. ശരത്ത് എന്ന യുവാവാണ് മോതിരം വിരലിൽ കുടുങ്ങി നീര് വന്ന് സ്റ്റേഷനിലെത്തിയത്. സ്റ്റീൽ മോതിരം വളരെ സൂക്ഷ്മതയോടെയാണ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ച് ശരത്തിന്റെ കയ്യിലൊന്നും മുറിവൊന്നും പറ്റാതെ വേണം അത് ഊരിയെടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ടാസ്ക് ആണത്. അതെ അതെ, അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോവും. അപ്പോൾ അത് എന്താണ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ വിളിക്കാം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കണം, അപ്പോൾ കൃത്യമായി പറഞ്ഞാണ് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുക. അവർ വന്ന് അതിൽ കൃത്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് രക്ഷപ്പെടുത്തിയെടുത്തോളും.